ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തൃശൂർ നിയമസഭാ മണ്ഡലത്തെ കുറിച്ചാണ്. കേരളത്തിൽ വളരെയധികം ശ്രദ്ധ നേടിയ മണ്ഡലമാണ് തൃശൂർ. കെ കരുണാകരന്റെ മകൾ, അതായത് ദീർഘകാലം കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന, കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എന്ന പ്രത്യേകതയാണ് തൃശ്ശൂരിനുള്ളത്. തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ, അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് പത്മജ വേണുഗോപാൽ മത്സരിച്ചത്. അതിനു മുമ്പ് പത്മജ മത്സരിച്ചിരുന്നു. കഴിഞ്ഞ തവണ കോൺഗ്രസിലെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച പത്മജ CPIയുടെ ബാലചന്ദ്രനോട് തോറ്റത് 1000-ൽ താഴെ വോട്ടുകൾക്കാണ്. ആ സമയത്ത് തൊട്ടടുത്ത്, അതായത് പത്മജ 42,000-ലധികം വോട്ട് നേടുന്നു. 43,000 വോട്ടാണ് ജയിച്ച സ്ഥാനാർത്ഥി നേടുന്നത്. 40,000-ലധികം വോട്ട് നേടി മൂന്നാം സ്ഥാനത്തായിരുന്നു BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. അപ്പൊ BJP സംബന്ധിച്ചിടത്തോളം വളരെ സ്വാധീനമുള്ള മണ്ഡലമാണ് തൃശൂർ. മാത്രമല്ല 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് വിജയിക്കുന്നു. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുന്നു. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6-ലും സുരേഷ് ഗോപി ലീഡ് നേടുകയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ BJPയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണ്. പത്മജ മണ്ഡലത്തിൽ വളരെയധികം സുപരിചിതയാണ്. അതേ സമയത്ത് കോൺഗ്രസ് ആകട്ടെ പ്രാദേശിക നേതാവായ രാജൻ പല്ലനെയാണ് സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. ഇടതുപക്ഷം കഴിഞ്ഞ തവണ MLA ആയിരുന്ന ബാലചന്ദ്രൻ സീറ്റ് നിഷേധിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അവർ സാഹിത്യ പ്രവർത്തകനായ മലപ്പുറം സ്വദേശിയായ, എടപ്പാൾ സ്വദേശിയായ ആലങ്കോട് ലീലാകൃഷ്ണനെയാണ് സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. തൃശ്ശൂരിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ തൃശ്ശൂരിലെ ഇലക്ഷൻ വിശദാംശങ്ങളെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകനും കേന്ദ്ര സർവകലാശാലയുടെ മുൻ പ്രോ വൈസ് ചാൻസലറുമായിട്ടുള്ള ഡോക്ടർ A ജയപ്രസാദ് ആണ്. നമസ്തേ. ഇത്തവണ BJP വളരെയധികം ജയസാധ്യത കൽപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. കാരണം സുരേഷ് ഗോപി ജയിച്ച തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിലാണ് തൃശ്ശൂർ നിയമസഭാ മണ്ഡലം വരുന്നത്. അതുകൊണ്ട് തന്നെ BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. ഈ പ്രതീക്ഷയ്ക്കൊക്കെ ഒരു കാര്യമായ അടിസ്ഥാനമുണ്ടോ? കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ തൃശ്ശൂരിൽ റോഡ് ഷോയ്ക്ക് പ്രധാനമന്ത്രി വന്നതോടെ ദേശീയ ശ്രദ്ധ ആകർഷിച്ച ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. മാത്രമല്ല BJPക്ക് വളരെയധികം വിജയ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. അപ്പം BJPയുടെ വളർച്ച, വിശേഷിച്ചും തൃശ്ശൂർ ജില്ലയിലും പൊതുവെയും 2016 മുതലുള്ള തിരഞ്ഞെടുപ്പുകളിൽ BJPയുടെ വളർച്ച ക്രമാതീതമായി ഉയർന്നു പോകുന്നൊരു മണ്ഡലമാണ്. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വിജയത്തോടെയാണ് അത് കൂടുതൽ ശ്രദ്ധേയമായത്. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടൊരു MP എന്ന് പറയുമ്പോൾ 7 നിയോജക മണ്ഡലങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അദ്ദേഹം BJP ഈ സീറ്റിൽ ജയിക്കുകയും ഏതാണ്ട് 80,000-ലധികം ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത്. അപ്പം പൊതുവെ സിനിമാ നടനായതുകൊണ്ട്, സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ടാണ് ജയിച്ചതെന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളെ വന്നു. യഥാർത്ഥത്തിൽ നമ്മൾ അതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ സൂപ്പർ സ്റ്റാറായിട്ട് തോറ്റിട്ടുണ്ട്. അതെ, സൂപ്പർ സ്റ്റാർ 2019 സൂപ്പർ സ്റ്റാർ ആയിരുന്ന സമയത്ത് തന്നെ അദ്ദേഹം കുറച്ചുകൂടി യങ് ആയിരുന്ന സമയത്താണ് 5 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ പരാജയപ്പെടുകയും അസംബ്ലിയിൽ തുടർന്ന് നടന്ന 21 തെരഞ്ഞെടുപ്പിൽ അസംബ്ലിയിലും പരാജയപ്പെട്ടു. പക്ഷെ അദ്ദേഹം 5 വർഷം ആ മണ്ഡലത്തിൽ നിന്ന് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച ഒരാളാണ്. അങ്ങനെ ജനവിശ്വാസം ആർജിച്ച, രാഷ്ട്രീയ രംഗത്ത് ജനവിശ്വാസം ആർജിച്ച സൂപ്പർ സ്റ്റാറാണ്. അങ്ങനെ ആ തരത്തിൽ അദ്ദേഹം 2 തരത്തിലെ സൂപ്പർ സ്റ്റാറാണ്. അപ്പം സാധാരണഗതിയിൽ പരാജയപ്പെടുമ്പം ആ മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കാതെ പോകുന്ന, ഇപ്പം ഉദാഹരണത്തിന് K മുരളീധരൻ കേരളത്തിലെ പല മണ്ഡലങ്ങളിൽ നിന്നിട്ട് മത്സരിച്ചിട്ട് പരാജയപ്പെടുകയും പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല. കുറച്ചുകാലം അദ്ദേഹം കോഴിക്കോട്, അതെ, ഇപ്പൊ നമുക്കറിയാം നേമത്തിന്റെ നേമത്തെ അദ്ദേഹം നിന്നും അവിടെ പ്രവർത്തിച്ചിട്ടില്ല. തൃശ്ശൂർ അദ്ദേഹം നിന്നില്ല. BJP തോൽപ്പിക്കാനായിട്ട് നേമത്ത് വന്നു, BJPയെ തോൽപ്പിക്കാനായിട്ട്. വട്ടിയൂർക്കാവില് ജയിച്ച ശേഷം ഇട്ടേച്ച് പോയി. അല്ല, വട്ടിയൂർക്കാവില് ജയിക്കുമ്പോൾ, രണ്ടാമത് ജയിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വോട്ട് ഒരുപാട് താഴെ പോയി. 13% വോട്ട് അദ്ദേഹത്തിന് 2014 കുറഞ്ഞിരുന്നു. അപ്പൊ അദ്ദേഹം മൂന്നാമതൊരു തവണ അവിടെ മത്സരിച്ചിരുന്നെങ്കിൽ അത് നമുക്കറിയാമല്ലോ, അത് കുറച്ചുകൂടി താഴോട്ട് പോയേനെ. അപ്പൊ ആ തരത്തിലല്ല സുരേഷ് ഗോപി. അങ്ങനെയല്ല, പരാജിതനായ സുരേഷ് ഗോപി അവിടെ നിന്ന് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് ജനകീയനായി വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്നുള്ളതാണ്. അപ്പൊ ആ തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വിജയ പ്രതീക്ഷ നൽകുന്നതാണ്. അതില് നമ്മൾ ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്തില് നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ BJPയുടെ വോട്ട് നോക്കുമ്പോൾ 20.4% വോട്ടാണ് ലഭിച്ചത്. അത് BJPയെ സംബന്ധിച്ചത് മോശമായ വോട്ടല്ല. കാരണം 20%-ന്റെ 20+ വോട്ട് കിട്ടി. ലോക്സഭയുടെ സീറ്റ് തീർച്ചയായിട്ടും ലോക്സഭയുടെ തലത്തിൽ നോക്കുമ്പോൾ അത് കുറവ് തന്നെയാണ്. പക്ഷെ നമുക്ക് ലോക്സഭയിൽ ത്രിതല പഞ്ചായത്ത് നമ്മൾ കമ്പാരിസൺ ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല അവിടുത്തെ കോർപ്പറേഷനിൽ 2 സീറ്റ് മാത്രമാണ് വർദ്ധിപ്പിച്ചത്.
അപ്പൊ ആ പശ്ചാത്തലത്തിൽ നിന്ന് പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങളുടെ ചർച്ചയിലൊക്കെ തൃശ്ശൂർ BJP പിന്നോട്ട് പോയി എന്നുള്ള തരത്തിലുള്ള സംവാദങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുകയുണ്ടായി. കാരണം BJPക്ക് എതിരായ ഒരു നറേറ്റീവ് കൊണ്ടുവരാൻ ശ്രമിച്ചാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ജനകീയമായ രീതിയിൽ BJP അവിടെ വളരുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പം ഈ പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ച് അവര് അവിടെ പരിചയപ്പെടുത്തേണ്ട ഒരു സ്ഥാനാർത്ഥിയല്ല. കാരണം പത്മജ കഴിഞ്ഞ തവണ അവിടെ 2 തവണ മത്സരിച്ചിട്ടും അവിടെ ജനങ്ങളുടെ ഇടയിൽ മാത്രമല്ല പരമ്പരാഗതമായി കെ കരുണാകരന്റെ ഒരു പശ്ചാത്തലമുണ്ട്. തട്ടകം കരുണാകരന്റെ കുടുംബത്തിന്റെ തന്നെ ഇപ്പൊ ഈ 3 പേര് അദ്ദേഹത്തിന്റെ 2 മക്കളും കരുണാകരൻ മത്സരിച്ച പ്രദേശം എന്ന തരത്തില് ആ തരത്തിലും ശ്രദ്ധേയമാണ്. അപ്പൊ ആ തരത്തില് ജനങ്ങൾക്ക് അവര് സുപരിചിതമാണ്. മാത്രമല്ല ഇന്ന് അവര് BJPയുടെ ഭാഗത്ത് വന്നതിന് ശേഷം വളരെ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പം സാധാരണ മറ്റ് ആൾക്കാരെ പോലെയല്ല. അപ്പൊ അതിൽ ഒരു ജനകീയമായ രീതിയിൽ വിശേഷിച്ചും സ്ത്രീ സമൂഹത്തിന്റെ മുന്നിൽ ഇപ്പൊ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ഏറ്റവും മിനിമമാണ് ഈ വനിതകളെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത്. പക്ഷെ ആ തരത്തില് കേരളത്തിലെ നിയമസഭയിൽ തീർച്ചയായിട്ടും വരുന്ന നിയമസഭയിൽ വിജയിച്ചു വരുന്ന ഒരു MLA തന്നെ ആയിരിക്കും പത്മജ വേണുഗോപാൽ. കാരണം ഞാനതിന്റെ നമ്മൾ കണക്കുകൾ നോക്കുമ്പോഴും BJPയുടെ വളർച്ചയുടെ ഒരു ഗ്രാഫ് നമ്മൾ നോക്കുമ്പോൾ 2016 BJPക്ക് അവിടെ ലഭിക്കുന്നത് 19.46%. 2021 അത് 31.3% മാറി. അതായത് ഏതാണ്ട് 12% വോട്ടിന്റെ വർധനവാണ് 5 വർഷങ്ങൾ കൊണ്ട് BJPക്ക് ആ നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, കോൺഗ്രസിന് 2016 36% കിട്ടിയെങ്കിൽ അത് 2021 ആകുമ്പോഴത്തേക്ക് 33% മാറി. LDFനെ സംബന്ധിച്ചിട്ട് 34% അവർക്ക് 42% 2016 ലഭിച്ചു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് P. ബാലചന്ദ്രൻ ജയിക്കുമ്പോഴത് 34% കുറഞ്ഞു. 2016 BJP 24,000 വോട്ടാണ്. അല്ല, 24,748 B. ഗോപാലകൃഷ്ണൻ. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. അതായത് P. ബാലചന്ദ്രൻ ജയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വോട്ട് 34.25% മാത്രമാണ്. അതായത് കറക്റ്റ് 1/3. അതെ. പക്ഷെ 2016 അത് 42% അപ്പം ഈ തരത്തിൽ സമയത്ത് ത്രികോണ മത്സരം അല്ലല്ലോ. 8% കുറവ് ഇടതുപക്ഷത്തുണ്ടായിരിക്കുന്നത് ഈ 5 വർഷം കൊണ്ട്. അതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏതാണ്ട് 3% കുറവുണ്ടായി. അപ്പം BJPയെ സംബന്ധിച്ചിട്ട് 19 നിന്ന് 31 വന്നു. അതായത് 12% പറയാൻ പറ്റില്ല. കാരണം സുരേഷ് ഗോപിയുടെ ഒരു പ്രഭാവം ഉണ്ടാവുമല്ലോ. അല്ല, സുരേഷ് ഗോപി അവിടെ വരുന്നതിന് മുമ്പേ 20% വോട്ട് BJPക്ക് ഉണ്ട്. നമ്മൾ അതായത് 19.46% വോട്ട് B. ഗോപാലകൃഷ്ണൻ അവിടെ 2016 നേടിയിരുന്നു. ഇപ്പൊ 2016 നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ മറ്റു മണ്ഡലങ്ങൾ, നാട്ടിക ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ, കൊടുങ്ങല്ലൂർ, നാട്ടിക, മണലൂർ എല്ലാം തന്നെ 30,000 അടുത്ത് അല്ലെങ്കിൽ 30,000 മുകളിൽ വോട്ട് വാങ്ങിയ മണ്ഡലങ്ങളാണ്. തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട എല്ലാ മണ്ഡലങ്ങളിലും 2016 BJP ശ്രദ്ധേയമായ വോട്ട് നേടിയിരുന്നു. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ആ ലെവലിൽ നിന്നുള്ള ഒരു വളർച്ചയാണ് തൃശ്ശൂർ ഉണ്ടാകുന്നത്. അല്ലാതെ ഒരു മണ്ഡലത്തിൽ മാത്രം ഒരു സൂപ്പർ സ്റ്റാർ വന്നത് കൊണ്ടുള്ള വോട്ട് വളർച്ചയല്ല കാണുന്നത്. BJP സംഘടനാപരമായിട്ടും ജനകീയ പിന്തുണയിലും വളരെ മുമ്പിൽ നിൽക്കുന്ന ജില്ലയാണ്. ഇപ്പം ആ പീരീഡിലൊക്കെ, അതായത് 2010 ശേഷം നടന്ന സംഘടനാ പ്രവർത്തനങ്ങളിൽ, അത് മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങളാണെങ്കിലും അല്ലെ മറ്റെന്തെങ്കിലും പ്രോഗ്രാം നടക്കുന്ന കാര്യത്തിലാണെങ്കിലൊക്കെ തന്നെ തൃശ്ശൂർ ജില്ല സംസ്ഥാനത്ത് നമ്പർ 1 ജില്ലയായിട്ട് മാറി. അല്ല, അത് നമ്മുടെ സാംസ്കാരിക തലസ്ഥാനം എന്നുള്ള തലത്തില് തൃശ്ശൂരിലെ ജനങ്ങള് ദേശീയ തലത്തില് അതുപോലെ അന്തർദേശീയ തലത്തിലും ഭാരതത്തിനുണ്ടായ മാറ്റങ്ങൾ, വികസനം, നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ കഴിഞ്ഞ 12 വർഷമായി കാണുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു സമൂഹം എന്നുള്ള നിലയിലാണ് തൃശ്ശൂരിൽ BJPയുടെ വളർച്ച. പിന്നെ ന്യൂനപക്ഷങ്ങളും വളരെ കാര്യമായിട്ടുള്ള. അതെ, ഞാൻ അതാണ് സൂചിപ്പിച്ചത്. നമ്മളൊരു സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്ന സ്ഥലത്തെ ജനങ്ങളുടെ, അത് ജാതി മതത്തിന് അതീതമായിട്ട് രാഷ്ട്രത്തിൽ നടക്കുന്ന മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ BJPയെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തൃശ്ശൂരിൽ സുരേഷ് ഗോപി വന്നപ്പോഴുണ്ടായ വോട്ട് വളർച്ചയല്ല, തൃശ്ശൂരിലെ എല്ലാ മണ്ഡലങ്ങളിലും 2016 BJP വളർന്നിരുന്നു ബേസിൽ. ആ ബേസ് മറ്റു മണ്ഡലങ്ങളിൽ പോലെ കുറച്ചുകൂടി മെച്ചമായ രീതിയിൽ സുരേഷ് ഗോപി ഉയർന്ന തരത്തിലെ വോട്ട് നേടിയെന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ BJPക്ക് 2 ബെനിഫിറ്റ് അവിടെ ഉണ്ടായി. സുരേഷ് ഗോപി എന്നുള്ള ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള തരത്തിൽ അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ ആയിട്ടുള്ള ഫസ്റ്റ്
മത്സരം എന്നുള്ള തരത്തിൽ ഒരു ശ്രദ്ധേയമായത്. മറ്റൊന്ന് BJP-യുടെ സംഘടനാപരമായ 2018-19 നമ്മൾ ശബരിമല പ്രക്ഷോഭത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ BJP-ക്ക് നന്നായിട്ട് വോട്ട് കൂടിയ പ്രദേശങ്ങളാണ് ആറ്റിങ്ങലും തൃശ്ശൂരും ആ സമയത്ത്. അല്ല, ശബരിമല വിഷയത്തില് നമ്മളെ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ ശബരിമല വിഷയത്തിൽ 2021 BJP-ക്ക് ബെനിഫിറ്റ് ഉണ്ടായെന്ന് പറയാൻ കഴിയില്ല. കാരണം 2021 അതെ, ലോകസഭയില് BJP-യുടെ വോട്ട് നമുക്ക് ശബരിമല കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ 2024 താഴോട്ട് പോകേണ്ടതായിരുന്നു. 2019 നേടിയ വോട്ട് 15% 2024 20%. അപ്പൊ ശബരിമല BJP-യുടെ വോട്ട് ഷെയറിന് വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് മാത്രമല്ല, അതിന് കോൺഗ്രസിനാണ് 2019 കേരളത്തില് ബെനിഫിറ്റ് ഉണ്ടായത്. മാത്രമല്ല 21 വരുമ്പോഴത്തേക്കും കോൺഗ്രസിന്റെ ബെനിഫിറ്റ് പോയി, എല്ലാം ഇടതുപക്ഷത്തേക്ക് പോയി. ശബരിമലയുടെ മേഖല മുഴുവൻ, അതായത് പത്തനംതിട്ട ജില്ലയിലെ 5 സീറ്റുകളും ഇടതുമുന്നണിയാണ് ജയിച്ചത്. പക്ഷെ 2019 ശബരിമല പ്രക്ഷോഭത്തിന്റെ സമയത്താണ് ശബരിമല പ്രക്ഷോഭം തിരുവനന്തപുരം ജില്ലയിൽ നന്നായി നടന്ന ഒരു മേഖലയാണ് ആറ്റിങ്ങൽ മേഖല. അവിടേക്ക് ഒരുപാട് വയലന്റായ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ തൃശ്ശൂരിൽ കാര്യമായ പങ്കാളിത്തം ഉണ്ടായിരുന്നു. പത്തനംതിട്ടയിൽ കാര്യമായ പങ്കാളിത്തം. പത്തനംതിട്ടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രന് 2019 കാര്യമായ വോട്ട് പിടിക്കാൻ പറ്റി. ആറ്റിങ്ങല് BJP-യുടെ വോട്ട് കുതിച്ചു ചാടിയത് 2019 തൃശ്ശൂരിലും വലിയ നേട്ടമാണ് 2019. അതുകൊണ്ട് പക്ഷെ എന്നാൽ പോലും ഞാൻ പറഞ്ഞത് നമ്മൾ രണ്ടു തരത്തിൽ കാണാം. നമ്മൾ വൈകാരികമായ അല്ലെങ്കിൽ ഒരു വിഷയം വരുമ്പോഴേ ആ ഒരു തെരഞ്ഞെടുപ്പിലെ സാധാരണഗതിയിൽ നമ്മുടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ചില വിഷയങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഷേധം ഉണ്ടാവും. ഉദാഹരണം ഇന്ദിരാഗാന്ധി മരിച്ചപ്പോഴ് തരംഗം ഉണ്ടാവും. പക്ഷെ ശബരിമലയുടെ ആ തരത്തില് വോട്ടിൽ വലിയ ചേഞ്ച് കാണുന്നില്ല. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും അത് താഴോട്ട് പോകും. ഇപ്പം BJP-യെ സംബന്ധിച്ച് 2014 ലഭിച്ച വോട്ടെന്ന് പറഞ്ഞാൽ 10% വോട്ടായിരുന്നു കേരളത്തില്. അത് 2019 ആകുമ്പോഴത്തേക്കും അത് 5% കൂടി 15.4% വന്നു. ഇപ്പൊ 2020 വീണ്ടും 5 വർഷം കഴിയുമ്പോഴത്തേക്കും അത് 20% അടുത്ത് വന്നു, 19.6% വന്നു. അപ്പൊ ഇത് നമ്മൾ സൂചിപ്പിക്കുന്നത് BJP-യുടെ ദേശീയ തലത്തിലെ ഫലം, അതായത് നരേന്ദ്രമോദി സർക്കാരിന് കേരളത്തിൽ ഉണ്ടാകുന്ന ജനപിന്തുണയും സമാന്തരമായി BJP-യുടെ സംഘടനാപരമായ വളർച്ചയും. അതായത് ഈ സംഘടനാപരമായ വളർച്ച ഈ നമ്മുടെ ധ്രുവീകരിച്ച 2 ധ്രുവങ്ങളിലായി നിൽക്കുന്ന അല്ലെങ്കിൽ ബൈപോളാർ കോയലേഷൻ പോളിറ്റിക്സിനിടയിൽ BJP-ക്ക് പരിമിതികളുണ്ട്. ആ പരിമിതികളെ അതിജീവിക്കുന്നതിന് വേണ്ടി ശക്തിയായ ഒരു ദേശീയ തലത്തിലുണ്ടായ മാറ്റം ഒരു ചെറിയ ന്യൂനപക്ഷത്തെ ആദ്യം സ്വാധീനിച്ചെങ്കിൽ അത് ക്രമേണ വളർന്ന് 20% വരുന്നത്. അപ്പൊ നമ്മൾ മാറി നോക്കുമ്പോൾ പല പല വിഷയങ്ങൾ പല മേഖലയിൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ BJP-യുടെ വളർച്ചയുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിലെ പരമ്പരാഗത മുന്നണികൾക്കെതിരായ ഒരു ജനവികാരം, വികസന രാഷ്ട്രീയത്തിന്റെ ഒരു അംഗീകാരം എന്നുള്ള തലത്തിലും നമുക്ക് കാണാം. മാത്രമല്ല BJP-യിലേക്ക് കടന്നു വന്ന ആളുകൾ ഇടത് വലത് മുന്നണികളുടെ വളരെ ശക്തരായിട്ടുള്ള പ്രാദേശിക നേതാക്കളും, ഇപ്പം CPM-ന്റെ ഏരിയ തലത്തിൽ വർക്ക് ചെയ്തവര്, മുൻ MLA-മാർ, CPI-യുടെ സിറ്റിംഗ് MLA ഉൾപ്പെടെയുള്ള ആൾക്കാരും, അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും മറ്റ് പ്രധാന പാർട്ടികളുടെയും പ്രാദേശിക തലത്തിലൊക്കെ, അതായത് കറപ്റ്റ് അല്ലാത്ത നേതാക്കൾ, വിവാദങ്ങളിൽ പെടാത്ത നേതാക്കളാണ് BJP-യിലേക്ക് വന്നത്. ഇപ്പൊ നമ്മള് ആന്റണിയുടെ മകനാണെങ്കിലും കരുണാകരന്റെ മകനാണെങ്കിലും ഉമ്മൻചാണ്ടിയുടെ മരുമകൻ, അങ്ങനെ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു കാലഘട്ടത്തിൽ നായകത്വം നൽകിയ ആളുകളുടെ ബന്ധുക്കളും പിൻഗാമികളും ഒക്കെ ഇതിലേക്ക് കടന്നു. അതിന്റെ എല്ലാം തന്നെ കാരണമായത് BJP-യുടെ ദേശീയ തലത്തിൽ BJP ഭരണം നൽകുന്ന കഴിഞ്ഞ 12 വർഷത്തെ മാറ്റങ്ങളാണ്. അപ്പൊ ഞാൻ അതുകൊണ്ട് ശബരിമലയെ കുറച്ച് കാണിക്കുന്നതല്ല, കാരണം ഏതെങ്കിലും ഒരു വൈകാരികതയുടെ തലത്തിനപ്പുറത്തേക്ക് BJP-യുടെ ഭരണ മികവിൻ്റെതായ ഒരു ജനകീയത കേരളത്തിൽ വളർന്നു വരുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളത് പ്രതിഫലിക്കും. അങ്ങനെ വരുമ്പോൾ തൃശ്ശൂരിലെ ലോകസഭയുടെ ചരിത്രം കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തൃശ്ശൂരിലെ BJP-യുടെ ലോകസഭയുടെ വോട്ട് ബാങ്ക്, നമ്മൾ വോട്ട് ഷെയർ നോക്കിക്കഴിഞ്ഞാൽ 2014 അവിടെ വെറും 12,166 വോട്ടാണ് ലഭിക്കുന്നത്. അത് 11%. അപ്പോൾ 2019 ആകുമ്പോഴത്തേക്കും അത് 30.25 ആയി. 2024 അത് 42.26% മാറി. അപ്പൊ ആ തരത്തില് സുരേഷ് ഗോപി അവിടെ നിന്ന് വർക്ക് ചെയ്യുകയും ആ തരത്തില് ഉയർന്ന വോട്ട് ഷെയറിലേക്ക് ഉയർന്നു. ത്രികോണ മത്സരമായിരുന്നു. സാധാരണ ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലത്ത് ഇപ്പം നമ്മുടെ ആറ്റിങ്ങിലുള്ളതുപോലെ 33-34% വരേണ്ടതാണ്. ഇവിടെ വന്നത് ഈ കോൺഗ്രസും ഇടതുപക്ഷവും അവിടെ വളരെയധികം പിന്നോട്ട് പോയി. ഉദാഹരണത്തിന് സുരേഷ് ഗോപിക്ക് 42% കിട്ടുമ്പോഴത്തേക്കും കോൺഗ്രസിന് ലഭിച്ചത് 31%. ഇടതുപക്ഷത്തിന് വെറും 26% ഒതുങ്ങേണ്ടി വന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ
ലോകസഭയുടെ പ്രതിഫലനമല്ല നിയമസഭയിൽ വരിക. നിയമസഭയിലെ പ്രയോറിറ്റി ഡിഫറൻറ്റ് തന്നെയായിരിക്കും. പക്ഷേ BJP പോലുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ താമര ചിഹ്നത്തിൽ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നു. അതൊരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ വളരെ പ്രതികൂലമായ സാഹചര്യത്തിലാണ് വോട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ BJPയുടെ സ്ഥാനാർത്ഥിയെയും സാഹചര്യത്തെയും കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കും. അല്ലാതെ ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള സപ്പോർട്ടല്ല ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ വരുന്നതല്ല. അപ്പൊ കേരളത്തിലെ BJP വളരെ ഏറ്റവും കൂടുതൽ തോൽവികൾ വാങ്ങിയ ഒരു പാർട്ടിയാണ്. ഇപ്പൊ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ, ഒ രാജഗോപാൽ കാലം മുതലേ മത്സരിക്കുന്ന നമ്മുടെ സീനിയർ നേതാക്കൾ തുടങ്ങി അവരൊക്കെ എല്ലാവരും 8, 10, 12 തവണയൊക്കെ മത്സരിച്ചവരായിരിക്കാം. പക്ഷെ ഈ തോൽവി എപ്പോഴും ഒരു കരുത്താണ് BJPയെ സംബന്ധിച്ച്. അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് വളർന്ന ഒരു പ്രസ്ഥാനം ഇന്ന് ദേശീയ തലത്തിലുള്ള BJP ഭരണത്തിന്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ സംസ്ഥാനത്തെ ഇടത് വലത് മുന്നണികളുടെ ദൗർബല്യം, അതായത് അവരുടെ അഴിമതി, അവരുടെ എല്ലാ തരത്തിലുമുള്ള ശിഥിലീകരണം, മറ്റെല്ലാ വിഷയങ്ങളും. അപ്പൊ അതിൽ നമുക്ക് ഇടത് വലത് മുന്നണി വ്യത്യസ്ത രണ്ടും ഒന്നാണ്. അത് സ്ത്രീ വിഷയത്തിലാണെങ്കിലും എല്ലാ വിഷയത്തിലും, പീഡനത്തിലും അഴിമതിയിലും ശബരിമല കൊള്ളയിലും ഒക്കെ സഹയാത്രികരാണ്. അതിലെ അവരുടെ ഗ്രാവിറ്റിയിൽ ചിലപ്പോൾ വ്യത്യാസം കാണാനായിരിക്കും അവരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇടത് വലത് മുന്നണികൾക്ക് തൃശ്ശൂരിൽ ഒരു പുതിയ മുഖത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു വൈബ്രന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു യുവത്വത്തിന്റെ പ്രതീകത്തെ മുന്നിൽ നിർത്തിയെന്ന് ആ തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ഈ കഴിഞ്ഞ 10 വർഷത്തെ ഗവൺമെന്റിന്റെ നേട്ടങ്ങളെ അവതരിപ്പിക്കത്തക്ക തരത്തിലേക്ക് തൃശ്ശൂരിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ആ തരം സ്ഥാനാർത്ഥികളെല്ലാം നിൽക്കുന്നത്. പക്ഷേ പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ പാരമ്പര്യവും അവരുടെ പശ്ചാത്തലത്തിന്റെ പുറത്ത് BJP BJPയുടെ ഭാഗമായതിനു ശേഷം അവർ യാതൊരു തരത്തിലുള്ള വിവാദങ്ങളും കൂടാതെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു പ്രവർത്തക എന്നുള്ള തലത്തിലാണ് അവർ മുന്നേറുന്നത്. ആ തരത്തിലുള്ള സ്വീകാര്യതയും ഒരു സ്ത്രീ എന്നുള്ള തലത്തിൽ കേരളത്തെ അത്തരം സ്ത്രീ വരണ്ട എന്നുള്ള ഒരു നിലപാടും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കും. തീർച്ചയായിട്ടും BJPക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമായ ഒരു അന്തരീക്ഷമാണ്. പ്രധാനമന്ത്രി റോഡ് ഷോയ്ക്ക് തൃശ്ശൂർ തിരഞ്ഞെടുത്ത് തന്നെ ഒരുപക്ഷെ ആ തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നുണ്ടായിരിക്കും.